ഗുഡ്നസ് ടി വിയുടെ വിജയത്തിലേക്ക് എന്ന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു വ്യക്തി സർവീസിൽ കയറിയാൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലാണെങ്കിൽ 56 വയസ്സ്, സെൻട്രൽ ഗവൺമെൻറ്റിലാണെങ്കിൽ 60 വയസ്സാവുമ്പോൾ റിട്ടയർ ആകണം. പിന്നെ പലരും റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറഞ്ഞ് 4 ഭിത്തിക്കുള്ളിൽ ജീവിതം മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്നൊരു വ്യക്തിക്ക് 56 അല്ലെങ്കിൽ 60 വയസ്സ് എന്ന് പറയുന്നത് ഒരു പ്രായമേ അല്ല. അതൊക്കെ ഇന്നത്തെ കാലത്തെ ചെറുപ്പം തന്നെയാണ്. ഇവർ സർവീസിൽ കയറി 25-30 വർഷം സേവനം അനുഷ്ഠിക്കുമ്പോഴത്തേക്കും കൊണ്ടും കൊടുത്തും ഒത്തിരി അറിവുകളും ഒത്തിരി അനുഭവങ്ങളും എല്ലാം ലഭിച്ച് ഏതാണ്ട് വീട്ടിലെ ഉത്തരവാദിത്തങ്ങളും, മക്കളുടെ കല്യാണം കാണും, വിദ്യാഭ്യാസം കാണും, വീട് വെക്കൽ കാണും, ഇങ്ങനെയൊക്കെയുള്ള വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്ത് മനസ്സമാധാനത്തോടുകൂടി ഒന്ന് ജോലി ചെയ്യുവാൻ, അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നല്ല ജോലി ചെയ്യുവാൻ പ്രാപ്തരാകുമ്പോഴത്തേക്കും റിട്ടയർഡായി വീട്ടിൽ പോയി ഒതുങ്ങിക്കൂടേണ്ട ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഈ കൂട്ടർ ഈ വർഷങ്ങളായി അവർ ആർജവിച്ചെടുത്ത കഴിവുകളും ഉത്തരവാദിത്തങ്ങളും ജ്ഞാനങ്ങളും എല്ലാം വീട്ടിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂട്ടിയിരുന്ന് മുമ്പോട്ട് പോവുകയല്ല വേണ്ടത്. ഇവർ നേടിയ ആ ജ്ഞാനങ്ങൾ, അറിവുകൾ, അനുഭവങ്ങൾ പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ ഈ കൂട്ടർ മുൻപോട്ട് വരണം. ഈ കൂട്ടരെ വരും തലമുറയ്ക്ക് വേണ്ട പ്രചോദനങ്ങൾ നൽകുവാൻ, ഉപയോഗിക്കുവാൻ സമൂഹത്തിന് സാധിക്കണം. അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാധിക്കണം. ഓരോ പ്രദേശങ്ങളിലും ഇതുപോലെ റിട്ടയർഡായ ആൾക്കാരെയൊക്കെ കണ്ടെത്തി അവരുടെ അനുഭവങ്ങളും അറിവുകളും അവർ വന്ന പിന്നിട്ട വഴികളുമെല്ലാം നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഉള്ള അവസരങ്ങൾ നമ്മുടെ കലാലയങ്ങളിൽ സൃഷ്ടിച്ചെടുക്കുവാൻ ബന്ധപ്പെട്ട അധികൃതർ ശ്രമിച്ചാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് പുതിയ അനുഭവങ്ങളായിരിക്കും. അവരുടെ മുമ്പോട്ടുള്ള പാതയ്ക്ക് നല്ല ഒരു വഴിത്താര ഒരുക്കി കൊടുക്കുകയും എങ്ങനെയാണ് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഓരോരുത്തർ പോയിരിക്കുന്നത്, എങ്ങനെയാണ് പ്രശ്നങ്ങളെ ഒരു പ്രതിസന്ധികളും വരുമ്പം അതിനെ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണ്. അല്ലാണ്ട് ഈ ജീവിത വിജയം എന്ന് പറഞ്ഞത് പട്ടും പുരവാതനി നിറഞ്ഞതല്ല, കല്ലും മുള്ളും നിറഞ്ഞതാണ് എന്നുള്ള യാഥാർത്ഥ്യം അതിലൂടെ നടന്നുപോയി വിജയിച്ച ആൾക്കാരെ അല്ലെ ഇതുപോലെ എക്സ്പീരിയൻസിലുള്ള ആൾക്കാരിൽ നിന്നും നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുമ്പം അത് തീർച്ചയായിട്ടും അവരുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിന് വളരെയേറെ മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഒരു പ്രസംഗം നടത്തുവാൻ ആവശ്യപ്പെട്ട് ഇവരെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ക്ഷണിച്ചാൽ ചിലപ്പോൾ എല്ലാവരും വരാൻ തയ്യാറായി എന്ന് വരികയില്ല. അതേസമയം ഇവരുടെ അനുഭവങ്ങൾ, ഇവർ പിന്നിട്ട വഴികൾ, അതിൽ നേരിട്ട പ്രശ്നങ്ങളും പ്രതിസന്ധികളെയും എല്ലാം എങ്ങനെ തരണം ചെയ്ത് അവരുടെ ലൈഫ് എങ്ങനെ സക്സീഡായി എന്ന് അവർ പച്ചയായി അവരുടെ അനുഭവങ്ങളിലൂടെ നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അത് നമ്മുടെ കുട്ടികളുടെ മുമ്പോട്ടുള്ള പ്രയാണത്തെ ഒത്തിരി സപ്പോർട്ടിംഗ് ആയിട്ട് വരും. അതുകൂടാതെ തന്നെ മറ്റൊരു പ്രയോജനം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാർ, ഞാൻ റിട്ടയർഡായി പ്രായമായി ഇനി എന്നെക്കൊണ്ട് കൊള്ളത്തില്ല എന്നും പറഞ്ഞ് വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന ഈ ആൾക്കാർ ഇങ്ങനെ നമ്മുടെ കുട്ടികളുമായി ഇടപെടുകയും ഇൻട്രാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരും മാനസികമായിട്ട് കൂടുതൽ ഉല്ലാസവരാകും. അവരും മാനസികമായും ചെറുപ്പമായി വരികയും ചെയ്യും എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള പരസ്പര പൂരകമായ പ്രയോജനമാണ് ഇതുകൊണ്ട് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ നാട്ടിലെ നല്ല കർഷകരെ, ബിസിനസ്സുകാരെ, വ്യവസായികളെ ഒക്കെ വിളിച്ച് അവരുടെ മേഖലയിലെ നേട്ടങ്ങളും കോട്ടങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കണം. അല്ലാണ്ട് MBA പഠിച്ചുകൊണ്ട് മാത്രം ഒരു നല്ലൊരു ബിസിനസ്സുകാരനാകാൻ സാധിക്കത്തില്ല. ഒരു പക്ഷെങ്കിൽ 6 മാസം അല്ലെ 1 വർഷം ഒരു ചെറിയ കട നടത്തിക്കൊണ്ടിരിക്കുന്ന ആളിൻ്റെ കിട്ടുന്ന അറിവ് ഒരിക്കലും ഒരു MBA പഠനം കൊണ്ട് ലഭിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനും ഒരു MBA ബിരുദധാരിയാണ്. ഇത്തരത്തിലുള്ള പരിചയസമ്പന്നരായ ആൾക്കാരുടെ
എക്സ്പീരിയൻസുകൾ മാക്സിമം നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അധികൃതരും പരമാവധി ശ്രമിക്കണം. അല്ലാണ്ട് A+² = A²+2AB+B², അല്ലെ അക്ബറിൻ്റെ ഭരണപരിഷ്കാരം പഠിപ്പിച്ച് അത് കാണാതെ കുറേ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒത്തിരി കാര്യങ്ങൾ ഇതുപോലെ കാണാതെ പഠിച്ച് പേപ്പറിലേക്ക് ഛർദ്ദിച്ച് വെച്ചിട്ട് കുറേ A+ വാങ്ങിക്കലല്ല ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ വിദ്യാഭ്യാസം. അതല്ല ഇന്ന് നമ്മുടെ സമൂഹത്തിനും നമ്മുടെ വിദ്യാർത്ഥികൾക്കും വേണ്ടത് എന്ന തിരിച്ചറിവ് ഉണ്ടാകുവാൻ നമുക്ക് സാധിക്കണം. വിദ്യാഭ്യാസം എന്നാൽ ആത്മീയവും ഭൗതികവും ബൗദ്ധികവുമായ രൂപപ്പെടുത്തൽ ആയിരിക്കണം. കുട്ടികളുടെ ബുദ്ധി പരീക്ഷയ്ക്കുള്ള ഒരു പരീക്ഷണ വസ്തുവായി മാത്രം കാണുന്ന സമീപനം ഇനിയെങ്കിലും നമ്മൾ നിർത്തിയില്ല എങ്കിൽ ഈ വരുന്ന ഈ പുതിയ 4ാം വ്യവസായ വിപ്ലവത്തിലേക്കാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും വൻ മാറ്റങ്ങൾ ഈ ലോകത്ത് സംഭവിക്കുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കുവാൻ കുറേ മാർക്കുകൾ കൊണ്ട് മാത്രം ഇരുന്നാൽ നമുക്ക് സാധിക്കത്തില്ല. അവിടെ മലയാളി കുട്ടികൾ ഒറ്റപ്പെട്ടു പോകും, പിന്തള്ളപ്പെട്ടു പോകും എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ഇനി വരുന്ന കാലങ്ങളിലെല്ലാം ഒരു വ്യക്തിയുടെ കഴിവാണ് നോക്കുന്നത്, കാര്യപ്രാപ്തിയാണ് നോക്കുന്നത്. അല്ലാണ്ട് അവൻ റാങ്ക് വാങ്ങിച്ച് പാസ്സായവനോ എന്നൊന്നുമല്ല. ഇങ്ങനെയുള്ള മാർക്കുകളൊക്കെ ഒരു തലത്തിലേക്ക് എത്തുവാനുള്ള ഒരു കോണിപ്പടി മാത്രമേ ഉള്ളൂ. അവിടെ പോയി നിലനിൽക്കണമെങ്കിൽ അവൻ്റെ കാര്യപ്രാപ്തിയാണ്. അങ്ങനെ ആ കാര്യപ്രാപ്തിയുള്ള ഒരു സമൂഹത്തെയാണ് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് രൂപപ്പെടുത്തി എടുക്കേണ്ടത് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയങ്ങളിലൊക്കെ എന്നെ വിളിക്കുന്ന ടീച്ചേഴ്സിനോടും പേരൻസിനോടും സ്റ്റുഡൻസിനോടും ഒക്കെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ റോഡുകളെ പറ്റിയാണ്. നമ്മുടെ റോഡുകൾക്ക് ഇപ്പം പണ്ടത്തെ പോലെ ഒന്നുമില്ല, നല്ല ഭംഗിയാണ്, നല്ല മനോഹരമായ റോഡുകളൊക്കെയാണ് നമുക്ക് ഉള്ളത്. ഭാഗ്യം. ഈ റോഡുകളിലൊക്കെ വരകൾ വരച്ചിരിക്കുന്നത് നമുക്ക് കാണാം. വെള്ള വരയുണ്ട്, അത് ഗ്യാപ്പ് ചില സ്ഥലത്ത് ഗ്യാപ്പ് കൂടി വരുന്നു, ചിലയിടത്ത് അടുത്തടുത്ത് വരുന്നു, ചിലയിടത്ത് പാരലായിട്ട് മറ്റൊരു ലൈൻ വരുന്നു, ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നു, ഒന്ന് ഗ്യാപ്പിട്ട് പോകുന്നു. ഇങ്ങനെ പല തരത്തിലാണ് റോഡുകൾക്കുള്ള വരകളുള്ളത്. ഇനി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കുക. പല സ്ഥലങ്ങളിലും ഈ വരകൾക്ക് രൂപമാറ്റങ്ങൾ വരുന്നുണ്ട്. ചില സ്ഥലത്തിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പം ഈ വെള്ള ലൈൻ മാറിയിട്ട് യെല്ലോ ലൈൻ വരും. യെല്ലോ ലൈൻ വന്നു. ചില സ്ഥലങ്ങളിൽ വരുമ്പം 2 യെല്ലോ ലൈൻ വരും. ചിലപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് മുമ്പോട്ട് ചെല്ലുമ്പോഴത്തേന് ആ 2 യെല്ലോ ലൈന് കുറുകെ ക്രോസായിട്ട് ഓണിപ്പടി പോലെ വരച്ചിട്ടിരിക്കുന്ന കാണാം. എന്താണ് ഈ 2 യെല്ലോ ലൈനും അതിനിങ്ങനെ ഇടയ്ക്ക് ക്രോസും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഇതിൽ നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന എത്ര പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഭൂരിപക്ഷം ആൾക്കാർ, പേരൻസും ടീച്ചേഴ്സൊക്കെ എല്ലാവരും തന്നെ ഏതാണ്ട് ഓൾമോസ്റ്റ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നവരാണ്. പക്ഷെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് മറുപടി പറയുവാൻ 1% ആൾക്കാർക്ക് പോലും സാധിക്കുന്നില്ല എന്നത് വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിവൃത്തിയുമില്ല. കാരണം ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഭംഗിക്ക് വരച്ചിരിക്കുന്നതല്ല, ഇത് റോഡിൻ്റെ ഭാഷയാണ്. എൻ്റെ മുകളിലൂടെ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് വണ്ടി ഓടിക്കേണ്ടത്, ഓരോ പ്രദേശങ്ങളിൽ വരുമ്പം ഓരോ വരകൾ കണ്ടിട്ട് അതിൻ്റെ എന്താണ് അർത്ഥം, അതെന്താണ് ആ റോഡ് നമ്മളോട് പറയുന്നത് എന്നുള്ള ആ ഭാഷ മനസ്സിലാക്കി വണ്ടി ഓടിച്ചാൽ ഇപ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ പകുതി കുറയും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ 2 യെല്ലോ ലൈനും അതിന് ക്രോസും വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ റോഡ് നമ്മളോട് പറയുന്നത് ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് സോൺ. നിങ്ങളൊരു ഡേഞ്ചർ സോണിലേക്കാണ് വരുന്നത്. മാക്സിമം ലെഫ്റ്റ് സൈഡ് പിടിക്കുക. യാതൊരു കാരണവശാലും ഇവിടെ ഓവർടേക്ക് ചെയ്യരുതേ, അഭ്യർത്ഥിക്കുക, ചെയ്യരുതേ എന്നാണ് ഈ റോഡ് നമ്മളോട് പറയുന്നത്. പക്ഷേ ഈ ഭാഷ നമുക്കറിയത്തില്ല. നമ്മുടെ കുഴപ്പമില്ല, നമ്മളെ ആരും പഠിപ്പിക്കുന്നില്ല. ഇതിങ്ങനെ കോടിക്കണക്കിന് രൂപ മുടക്കി വരച്ചു വെക്കുന്നതല്ലാണ്ട് ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമ്മളെ ആരും പഠിപ്പിക്കുന്നില്ല. അതേസമയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അക്ബറിൻ്റെ ഭരണപരിഷ്കാരം. തീർച്ചയായിട്ടും അത് അത്ര അത്യാവശ്യമുള്ള കാര്യമാണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതിന് തീർച്ചയായിട്ടും നമ്മൾ കരിക്കുലത്തിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്ന് നമുക്ക് വേണ്ടത് പ്രാക്ടിക്കൽ നോളജാണ്. ആ ഒരു തലത്തിലേക്ക് നമുക്ക് മാറുവാൻ സാധിക്കണം. ഒരു വ്യാഴവട്ടക്കാലം ഗുഡ്നസ് ടിവിയോടൊപ്പം സഞ്ചരിച്ച പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുൻപിൽ അഭിമാനത്തോടെ സമർപ്പിക്കുന്നു
ഗുഡ്നസ് ടി വി ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു. OTT പ്ലാറ്റ്ഫോമായ റുക്കു ബോക്സിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God. നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഡെറ്റ് ലേണിങ്സ് ആണ്. എങ്ങനെ കുറേ മാർക്കുകൾ സമ്പാദിക്കാം എന്നുള്ള ഒരൊറ്റ ചിന്ത വെച്ചുകൊണ്ടുള്ള ആ ഒരൊറ്റ ലക്ഷ്യം ഫോക്കസ് ചെയ്തുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അതേസമയം വിദേശ രാജ്യങ്ങളിലൊക്കെ മാർക്കിന് വേണ്ടിയുള്ള പഠനമല്ല, അവിടെ ലീവിങ് ലേണിങ്സ് ആണ്. പഠിച്ച വിഷയങ്ങൾ എങ്ങനെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാം എന്നാണ് അവിടെ നോക്കുന്നത്. ഇവിടെ ഒരു കുട്ടിയെ നഴ്സറിയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ മാതാപിതാക്കൾ കൊടുക്കുന്ന ഉപദേശമാണ്, മോനെ അല്ലെങ്കിൽ മോളെ നീ ആയിരിക്കണം ഒന്നാമൻ, എല്ലാത്തിനും 100ൽ 100 വാങ്ങിക്കണം. അങ്ങനെ ആ 100ൽ 100 വാങ്ങിക്കുന്ന കുട്ടികളൊക്കെ ബഹുമിടുക്കരാണ് എന്നാണ് പലപ്പോഴും നമ്മൾ മുദ്ര കൊടുക്കുന്നത്. ഇങ്ങനെ എല്ലാത്തിനും 100ൽ 100 മാർക്ക് വാങ്ങിച്ച അവരുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഇതിൽ എത്ര പേർ ലൈഫിൽ സക്സീഡ് ആയിട്ടുണ്ട് എന്ന കാര്യം നോക്കുമ്പോൾ വളരെ ദയനീയമായിരിക്കും. അവരൊക്കെ ഏതെങ്കിലും ഒരു ചെറിയ പദവിയിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്ന ആൾക്കാരാണ് പലരായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അന്ന് മാവേലും കല്ലെറിഞ്ഞ് കുരുത്തക്കേടും കുസൃതിയിലൊക്കെ കാണിച്ചവരൊക്കെ ആയിരിക്കും പലപ്പോഴും ഉന്നത ശ്രേണിയിലേക്ക് എത്തുകയും ഈ A+കാർ അവർക്ക് സല്യൂട്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്കൊക്കെ വരുന്നതൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ ചുറ്റിനും കാണുന്ന ഒരു പ്രതിഭാസമാണ്. അത് എങ്ങനെയാണ് ഇതിനിങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള ചിന്താഗതികൾ നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോയി അതനുസരിച്ച് നമുക്ക് മാറുവാൻ സമൂഹത്തിന് സാധിക്കണം. വരും തലമുറയെ മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്, ഉത്തരവാദിത്തമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു കുട്ടിയെ നഴ്സറിയിൽ വിട്ടാൽ, സ്കൂളിൽ വിട്ടാൽ ശുചിത്വം, സുരക്ഷിതത്വം, ട്രാഫിക് റൂൾസുകൾ, നിയമം ഇവയൊക്കെ എങ്ങനെ പാലിച്ച് നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി ജീവിക്കണം എന്നുള്ള പരിശീലനമാണ് അവിടെ ബാല്യകാലത്തിൽ തന്നെ കൊടുക്കുന്നത്. കാരണം ഒരു കുട്ടിയുടെ ക്യാരക്ടർ ഫോർമേഷൻ എന്ന് പറയുന്നത് അവൻ്റെ ബാല്യകാലത്തിലാണ്. അവർ 8-10 വയസ്സിനുള്ളിലാണ് അവൻ്റെ സ്വഭാവ രൂപീകരണത്തിൻ്റെ അടിത്തറ പണിയുന്നത്. ആ സമയത്ത് നമ്മൾ എന്താണ് അവരിലേക്ക് കൊടുക്കുന്നത് അതാണ് അവൻ അല്ലെങ്കിൽ അവൾ എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ടാങ്കിലുള്ളതേ ടാപ്പ് വരൂ. ടാങ്കിലേക്ക് അശുദ്ധജലം അടിച്ചു കൊടുത്തിട്ട് ടാപ്പ് തുറക്കുമ്പോൾ ശുദ്ധജലം പറഞ്ഞെന്ന് പറയാൻ നടക്കത്തില്ല. അന്നേരം ആ കാലഘട്ടങ്ങളിൽ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുന്നതാണ് ആ കുട്ടികളുടെ ജീവിതകാലങ്ങൾ മുഴുവനും പ്രതിഫലിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അവിടെ നിയമം എങ്ങനെ പാലിക്കണം ഏറ്റവും കൂടുതൽ നമ്മുടെ അവിടുത്തെ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഇവിടെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ നിയമമുള്ള രാജ്യമാണ് ഇന്ത്യ. പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ നിയമം ലംഘിക്കുന്നതും നമ്മുടെ സമൂഹമാണ്, ഇന്ത്യയിലാണ്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് ജസ്റ്റിസ് കൃഷ്ണ അയ്യരുടെ വാക്കുകൾ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. ദ ലോസ് ബാർക്സ് അറ്റ് ഓൾ but it bites only in the powerless, poor, illiterate and ignorance. ഇന്ത്യയിലെ നിയമം എല്ലാവരുടെ നേരെയും കുരച്ചു കാണിക്കും, പക്ഷെ കടിക്കുന്നത് പാവപ്പെട്ടവരെ, നിരക്ഷരെ, നിരാലംബരെയും ആണ് എന്ന് ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ വാക്കുകൾ എത്ര അർത്ഥവത്താണ് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. വിദേശ രാജ്യങ്ങളൊക്കെ നിയമത്തിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് നൽകുന്നത് എന്നുള്ളത് ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ കുറേ നാൾ അമേരിക്കയിലുണ്ടായിരുന്നു. അന്ന് അവിടെ സംഭവിച്ച ഒരു സംഗതിയാണ്. അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് ന്യൂയോർക്ക്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റിയാണ് മൻഹാട്ടൻ. ഈ ന്യൂയോർക്കിൻ്റെ തലസ്ഥാനമാണ് ആൽബനി. ഈ മൻഹാട്ടനിൽ നിന്നും മെയിൻ സിറ്റി മൻഹാട്ടനാണ്. മൻഹാട്ടനിൽ നിന്ന് 200 മൈൽ ദൂരെയാണ് ഈ ആൽബനി. അവിടെ കിലോമീറ്റർ അല്ല, മൈലാണ്. അവിടെയാണ് ഗവർണറുടെ ആസ്ഥാനം. നമുക്ക് അവിടുത്തെ ഗവർണർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുഖ്യമന്ത്രി പ്ലസ് ഗവർണർ, അത്രയും പവർഫുള്ളാണ് അവിടുത്തെ ഗവർണർ.
ഈ സായിപ്പന്മാർക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അവർ എല്ലാം 5 ദിവസം ജോലി ചെയ്യും, 2 ദിവസം അടിച്ചു പൊളിക്കും. അല്ലാണ്ട് വരും തലമുറയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കണം, കരുതിക്കൂട്ടി വെക്കണം എന്നില്ല. മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ 4 തലമുറയ്ക്ക് വേണ്ടി സമ്പാദിച്ചു കൂട്ടും. അവരവർക്ക് ജീവിതമില്ല. ഇതാണ് മലയാളികൾ. മറ്റൊരാതല്ല, അവർക്ക് മക്കൾ അപ്പൻ്റെയോ അമ്മയുടെയോ സ്വത്തുക്കൾ ആരും മോഹിക്കുന്നുമില്ല. അല്ലെ മക്കൾക്ക് വേണ്ടി ജീവിതമില്ലാതെ മാതാപിതാക്കൾ ആരും അവിടെ ജീവിക്കാറുമില്ല. അതാണ് അവിടുത്തെ ഒരു കൾച്ചർ. അതിനെയൊക്കെ നമ്മൾ പലപ്പോഴും അവിടുത്തെ കൾച്ചറിനെയൊക്കെ നമ്മൾ ഭയങ്കരമായി പുച്ഛിച്ചും വിമർശിച്ചും ഒക്കെ പറയാറുണ്ടെങ്കിലും പക്ഷെങ്കിൽ അത് നമ്മൾക്ക് ഇതൊക്കെ പൊട്ടക്കട്ടിലെ തവളയെപ്പോലെ എന്താണ് യാഥാർത്ഥ്യങ്ങൾ എന്ന് മനസ്സിലാക്കാതെ ഇവിടെ ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി അങ്ങ് സംസാരിച്ച് പലപ്പോഴും ഈ പാശ്ചാത്യരെയൊക്കെ മോശപ്പെടുത്തി ചിത്രീകരിക്കുകയും നമ്മൾ വലിയ സംസ്കാരത്തിൻ്റെ ഉടമകളാണ് എന്ന് അഹങ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അഹങ്കരിക്കാം. ഇന്ത്യ പോലെ പാരമ്പര്യമുള്ള മറ്റൊരു നാട് ലോകത്തില്ലെന്ന് തന്നെ പറയാം. അത്രമാത്രം പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റുന്ന ആൾക്കാരാണ് ഭാരതീയർ എന്ന്. പക്ഷെങ്കിൽ നമ്മൾ കാര്യം ഓർക്കണം, കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചിട്ട് ഏതാണ്ട് 500 വർഷം പോലും ആകുന്നില്ല. അത്രയും വർഷത്തെ പാരമ്പര്യമേ അമേരിക്കയെ അവകാശപ്പെടാൻ. പക്ഷേ അമേരിക്ക എവിടെ നിൽക്കുന്നു? നമ്മൾ ഇത്രയും പാരമ്പര്യമുള്ള അനേകായിരം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന കാര്യം നമ്മൾ ചിന്തിക്കണം. അവിടെ എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്, എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് മനസ്സിലാക്കി അത് മാറുവാൻ നമുക്ക് സാധിക്കണം. അല്ലാണ്ട് പാരമ്പര്യത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ വരും തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദോഷമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അന്നേരം ഈ ഗവർണറും ഒരു വീക്കെൻഡിനെ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞാൽ അവിടെ പോയിട്ടുള്ളവർക്കറിയാം, വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് തിരക്കുള്ള ദിവസമായിരിക്കും വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ്. എല്ലാവരും ഔട്ടിങ്ങിന് പോകുന്ന സമയമാണ്. അന്നേരം ഗവർണറും കുടുംബാംഗങ്ങളോട് കൂടി അദ്ദേഹത്തിൻ്റെ സ്വകാര്യ കാറിൽ ആൽബനിൽ നിന്നും മൻഹാട്ടിലേക്ക് വരികയാണ്. ഗവർണർ തന്നെയാണ് ഡ്രൈവ് ചെയ്തിരിക്കുന്നത്. മറ്റേ അകമ്പടി വാഹനങ്ങളും ഒന്നുമില്ല. ഇടയ്ക്കുള്ള സ്ഥലമാണ് വൈറ്റ് പ്ലെയിൻസ് വന്നു കഴിഞ്ഞപ്പം പോലീസ് സിഗ്നൽ കൊടുത്തു. സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ വണ്ടി റൈറ്റ് സൈഡിലേക്ക് ഒതുക്കി. അവിടെ റൈറ്റ് സൈഡ് ഡ്രൈവിംഗ് ആണ്. റൈറ്റ് സൈഡിലേക്ക് ഒതുങ്ങി സ്റ്റിയറിങ്ങിൽ കൈയും വെച്ചുകൊണ്ട് ഇരിക്കണം. അല്ലാണ്ട് നമ്മൾ ഇറങ്ങുകയോ ഒന്നും വേണ്ട. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മുടെ അടുത്ത് വന്നിട്ട് എന്താണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. ഓക്കെ. അന്നേരം ഗവർണർ അവിടെ ഇരുന്നു. 2 പോലീസ് ഉദ്യോഗസ്ഥർ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നമ്മളെ ഷൗട്ട് ചെയ്യുകയോ കാര്യങ്ങളൊന്നുമില്ല. ഗുഡ് മോർണിംഗ് പറഞ്ഞ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞതിന് ശേഷം നമ്മളുടെ തെറ്റെന്താണ് എന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി അതിന് വേണ്ട ഫൈൻ ഈടാക്കിയാണ് ചെയ്യുന്നത്. അപ്പം ഗവർണറോട് അന്തരമാണ് അടുത്ത് ചെല്ലുമ്പോഴാണ് സ്റ്റേറ്റ് ഗവർണറാണ് വണ്ടിയിലിരിക്കുന്നത്. വേണ്ട ഉപചാരങ്ങളൊക്കെ അർപ്പിച്ചതിന് ശേഷം ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഗവർണറോട് പറഞ്ഞു, സാർ ഇവിടെ 70 മൈലാണ് സ്പീഡ് ലിമിറ്റ്, അങ്ങ് 85 മൈൽ സ്പീഡിലാണ് വണ്ടി ഓടിച്ചത്. ആയതിനാൽ $200 നമ്മുടെ ഇവിടെ പെറ്റി പറയും, അവിടെ ടിക്കറ്റ് എന്നാണ് പറയുന്നത്, $200 ടിക്കറ്റ് അടയ്ക്കണം എന്ന് പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ ആ ഉത്തരവ്, ആ നിർദ്ദേശം ഗവർണർ പാലിച്ചു. അദ്ദേഹം $200 അടച്ച് റെസിപ്റ്റ് വാങ്ങി. പിറ്റേ ദിവസം ന്യൂയോർക്ക് സ്റ്റേറ്റിൻ്റെ പോലീസ് ചീഫ് ഈ 2 ഉദ്യോഗസ്ഥരെയും അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. ഓരോരുത്തർക്കും ഈ 2 കവറുകൾ വീതം കൊടുത്തു. എന്തായിരിക്കും സംഭവിക്കുക? നമ്മുടെ നാടായിരുന്നുവെങ്കിൽ നിൻ്റെ തൊഴിൽ ഇഷ്ടപ്പെട്ടു, അത് ഗവർണറെ വേണ്ട, ഏറ്റവും താഴെക്കിടയിലുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെയോ ഉദ്യോഗസ്ഥരെയോ ഉദ്യോഗസ്ഥ പ്രമുഖരെ ഇരിക്കൽ 2 പോലീസ് കോൺസ്റ്റബിൾ ഫൈൻ ഇട്ടാൽ, പെറ്റിയിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്ന കാര്യം ഞാൻ പറയാതെ തന്നെ നമുക്ക് മലയാളികൾക്കെല്ലാം ഊഹിക്കാവുന്ന സംഗതി മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ ആ 2 കവറിൽ ഒന്നിൻ്റെ അകത്തെ ഇവർ ചെയ്ത പ്രവൃത്തിയെ അനുമോദിച്ചുകൊണ്ട് കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ടുള്ള കത്തായിരുന്നു ഒരു കവറിൻ്റെ അകത്ത്. മറ്റേ കവറിൽ ഇവർക്ക് പ്രമോഷൻ കൊടുത്തുകൊണ്ടുള്ള ഉത്തരവുമായിരുന്നു. അന്നേരം തീർച്ചയായിട്ടും നിയമം
എത്രമാത്രം പാലിക്കേണ്ടതാണ് എന്ന്, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളൊക്കെ നിയമത്തെ എത്രമാത്രം ബഹുമാനിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോകുവാൻ സാധിക്കണം. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നാട്, ഇത്രയും പ്രകൃതി രമണീയമായ നാട്, ഇതിലെ ടൂറിസ്റ്റ് സാധ്യതകളെ പറ്റി ഒക്കെ കൂടുതൽ മനസ്സിലാക്കുകയും അത് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുകയാണ് എങ്കിൽ എന്തുമാത്രം തൊഴിലവസരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇവിടെ സൃഷ്ടിക്കാൻ സാധിക്കും. ഇത്രയും പ്രകൃതി രമണീയമായ, അല്ലെങ്കിൽ 365 ദിവസം താമസിക്കാൻ പറ്റുന്ന കാലാവസ്ഥയുമുള്ള മറ്റൊരു നാട് ലോകത്തിൽ വേറെ ഒന്നുമില്ല. ഒന്നിൽ പ്രകൃതി രമണീയമായിരിക്കാം, പക്ഷേങ്കിൽ 6 മാസം പോലും താമസിക്കാൻ പറ്റാത്ത അവസ്ഥ. അന്നേരം അതൊന്നുമില്ല, എല്ലാം കൊണ്ടും പ്രകൃതി രമണീയമായ ഈ നാട്ടിലെ ടൂറിസ്റ്റ് സാധ്യതകൾ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ വരും തലമുറയ്ക്ക് തൊഴിൽ സാധ്യതകൾ ഇവിടെ തന്നെ സൃഷ്ടിക്കുവാനുള്ള കാഴ്ചപ്പാടാണ് നമുക്ക് ഇനിയും വേണ്ടത്. അല്ല എങ്കിൽ നമ്മുടെ വരും തലമുറകൾ ജോലി തേടി ഇന്നിപ്പം വിദേശ രാജ്യത്തിലേക്ക് ഒഴുകുന്ന ഈ അവസ്ഥ നിർത്തണമെങ്കിൽ അവർക്ക് തൊഴിൽ നൽകുന്ന ഒരു സംവിധാനം, വ്യവസ്ഥിതികൾ നമ്മുടെ നാട്ടിൽ തന്നെ സൃഷ്ടിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ കുറേ കഴിയുമ്പോൾ, ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ കേരളം വൃദ്ധസദനമായി മാറും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇന്ന് തന്നെ പല വീടുകളും എടുത്തു കഴിഞ്ഞാൽ അവിടെ 10, 70, 80 വയസ്സുള്ള മാതാപിതാക്കൾ മാത്രമായി ഒതുങ്ങിക്കൂടുകയാണ്. ഇതിനിപ്പം വിദേശത്തേക്ക് പോകരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവർക്ക് ജീവിക്കണം, വരും തലമുറയ്ക്ക് ജീവിക്കണം, അതിനുള്ള വരുമാന മാർഗ്ഗം സൃഷ്ടിക്കുവാൻ നമുക്കിവിടെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കണം. ഈ വിദേശികളെ സംബന്ധിച്ചിടത്തോളം അവർ വർഷങ്ങളിൽ നല്ലൊരു ശതമാനം ആൾക്കാരും വിദേശ രാജ്യങ്ങളിലേക്ക് ടൂർ പോകുന്ന ആൾക്കാരാണ്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കേരളം പോലുള്ള സ്ഥലം അവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇത്ര പ്രകൃതി രമണീയമായ സ്ഥലമൊക്കെ അവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന സംഗതിയാണ്. പക്ഷെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ശുചിത്വവും സുരക്ഷിതത്വവുമാണ്. ഇത് എവിടെ കിട്ടുന്നോ അവിടേക്ക് മാത്രമേ ഇവർ പോകൂ. അതിനെ ഭംഗം വരുത്തുന്ന ഒരു സ്ഥലങ്ങളിലേക്കും വിദേശികൾ പോകത്തില്ല. അന്നേരം തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രകൃതി രമണീയമായ കേരളത്തിൻ്റെ പ്രകൃതി രമണീയത യൂട്ടിലൈസ് ചെയ്യുകയും അവിടെ വരുന്ന മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ ആവശ്യപ്പെടുന്ന ശുചിത്വവും സുരക്ഷിതത്വവും നൽകുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇവിടെ വലിയ ഒരു വിപ്ലവം സൃഷ്ടിക്കുവാൻ സാധിക്കും. ഒത്തിരി സാമ്പത്തികമായി നമ്മുടെ നാടിനെ മുമ്പോട്ട് നയിക്കുവാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഗുഡ്നസ് ടിവിയുടെ വിജയത്തിലേക്ക് എന്ന പരമ്പരയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.